Hi all, this is Angelit. Welcome to Study Table. Today we are going to see the second part of the chapter, The Grain as Big as a Hen's Egg. Okay, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഏത് പാഠമാണ്? The Grain as Big as a Hen's Egg. Okay, first part എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? Okay, so let's begin. The Great Grandfather. നിങ്ങൾക്ക് ഓർമ്മയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാണ് തീർത്തിരുന്നത്? യെസ്, രാജാവാണെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു അല്ലെ, ഒരു പെസന്റിനെ വിളിച്ചു, എന്നിട്ട് ആ ധാന്യമണിയെക്കുറിച്ച് ചോദിച്ചു. അപ്പം ആ പെസന്റ് അതിനെക്കുറിച്ചുള്ള അറിവൊന്നുമില്ലായിരുന്നു. പെസന്റ് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാർക്ക് ഒരു പക്ഷെ അറിയായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രാജാവ് അവരെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയേ, ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഇനി മുത്തച്ഛൻ്റെ കാര്യമാണേ, നോക്കാം. പേജ് നമ്പർ 109. The king sent for the old man's father and he was brought before him. He came walking on one crutch. The king showed him the grain and the old peasant who was still able to see took a good look at it. അതായത് രാജാവ് എന്ത് ചെയ്തു? രാജാവ് വൃദ്ധന്റെ പിതാവിനെ തന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുവാൻ ആജ്ഞാപിച്ചു. ഓക്കെ, പിന്നെയോ രാജസേവകർ ആ വൃദ്ധ പിതാവിനെ കണ്ടെത്തി രാജകൊട്ടാരത്തിൽ എത്തിച്ചു. ഓക്കെ, ആ മുത്തച്ഛൻ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ നടന്നാണ് കൊട്ടാരത്തിലേക്ക് എത്തിയത്. ഓക്കെ, വൺ ക്രച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഊന്നുവടി. ഓക്കെ, അതുപോലെ ആ ധാന്യമണി രാജാവ് മുത്തച്ഛനെ കാണിച്ചുകൊണ്ട് തന്റെ ചോദ്യം ആവർത്തിച്ചു. ഓക്കെ, and the king asked him, "Can you tell us, old man, where a corn like this used to grow? Have you ever brought anything like it or sown it in your fields?" രാജാവ് ചോദിക്കുക, താങ്കൾക്ക് ഈ ധാന്യം എവിടെയാണ് കൃഷി ചെയ്യപ്പെടുന്നതെന്ന് പറയാനാകുമോ? താങ്കളുടെ കൃഷിയിടങ്ങളിൽ എന്തെങ്കിലും താങ്കൾ ഇത്തരം ധാന്യം വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടുണ്ടോ? Though the old man was rather hard of hearing, he could hear better than his son. തന്റെ മകനേക്കാളും നന്നായി ആ പിതാവിന് കേൾവിശക്തി ഉണ്ടായിരുന്നു. ഓക്കെ, തനിക്ക് ധാന്യത്തെക്കുറിച്ച് ഒരറിയുമില്ലെന്നാണ് അയാളും മറുപടി പറഞ്ഞു. നോക്കിക്കേ, "No," he said, "I never sowed nor reaped any grain like this in my field. As for buying, I never bought any, for in my time money was not yet in use. Everyone grew his own corn, and when there was any need, we shared with one another." അതായത് ഞാൻ ഒരിക്കലും ഇത്തരം ധാന്യം വിതയ്ക്കുകയോ അല്ലെങ്കിൽ കൊയ്യുകയോ ചെയ്തിട്ടില്ല. എൻ്റെ കാലഘട്ടങ്ങളിൽ ആരും പണം ഉപയോഗിച്ചിരുന്നില്ല. എല്ലാവരും അവർക്ക് വേണ്ട ധാന്യം കൃഷി ചെയ്യുമായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾ ധാന്യമണികൾ പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു. I did not know where such kind of corn grew. Ours was larger and yielded more flour than the present day grain. But I never saw any like this. അതായത് മുത്തശ്ശൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഇന്നത്തേക്കാൾ വലുതായിരുന്നു, എങ്കിലും ഇത്തരം ധാന്യമണികളെ കുറിച്ച് എനിക്കൊരറിവുമില്ല. എങ്കിലും പഴയ കാലഘട്ടത്തിൽ ധാന്യങ്ങൾ വളരെ വലുതും കൂടുതൽ പൊടി നൽകുന്നതുമാണെന്ന് എൻ്റെ പിതാവ് പറയാൻ കേട്ടിട്ടുണ്ട്. Ours was larger and yielded more flour than the present day, but I never saw any like this. Okay, അപ്പോൾ എന്താ പറഞ്ഞത്? I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him. അതായത് അങ്ങൻ്റെ പിതാവിനോട് ഇതേക്കുറിച്ച് തിരക്കുന്നതായിരിക്കും നല്ലത്. So the king sent for the old man's father. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? അതെ, ആ ഒരു വൃദ്ധന്റെ പിതാവിനെ കൊണ്ടുവരുവാൻ വേണ്ടി ആജ്ഞാപിച്ചു. They found him and brought him before the king. He entered walking easily and without crutches. ആ മുത്തച്ഛൻ ഒരു ഊന്നുവടിയുടെയും സഹായമില്ലാതെ നടന്നാണ് കൊട്ടാരത്തിൽ എത്തിയത്. Okay, his eyes were clear, his hearing good, and he spoke distinctly. എങ്ങനെയായിരുന്നു അദ്ദേഹം? ആ മുതുമുത്തച്ഛന്റെ കണ്ണുകൾ നല്ല തെളിച്ചമുള്ളവയായിരുന്നു, അതുപോലെ കാതുകൾ നല്ല കേൾവിശക്തിയുള്ളവയും വാക്കുകൾ വ്യക്തതയുള്ളവയുമായിരുന്നു. ഓക്കെ, the king showed him the grain and the old grandfather looked at it and turned it about in his hand. രാജാവ് എന്ത് ചെയ്തു? ആ വിശിഷ്ട ധാന്യം ആ വൃദ്ധനെ കാണിച്ചു. ആ ധാന്യമണി തന്റെ കൈകളിൽ വെച്ച വൃദ്ധൻ ശ്രദ്ധയോടെ നോക്കി. "It is long since I saw such a fine grain," said he, and he bit a piece off and tasted it. "It's the very same kind," he added. എത്ര നാൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലുള്ളൊരു ധാന്യമണി കാണുന്നത്? ആ ധാന്യം കടിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു. ഓക്കെ, ഇനി ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് ഭാഗമാണ് ദ കോൺ. ഓക്കെ, "Tell me, grandfather," began the king, "when and where was such corn grown? Have you ever bought any like it or sown it in your fields?" ഓക്കെ, രാജാവ് എന്താ പറയുന്നത് ഇവിടെ? എവിടെയാണ് ഇത്തരം ധാന്യം വളരുന്നത്? താങ്കൾ എപ്പോഴെങ്കിലും ഇത്തരം ധാന്യം വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടുണ്ടോ? And the old man replied, "Corn like this used to grow everywhere in my time. I lived on corn like this in the days of my youth and fed others on it. It was such a grain that we used to sow, reap and thresh." അപ്പോൾ വൃദ്ധൻ എന്താ മറുപടി പറഞ്ഞത്? ഇത്തരത്തിലുള്ള ധാന്യം എൻ്റെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരം ധാന്യം സുലഭമായിരുന്നു, അതായത് എല്ലായിടവും കിട്ടുമായിരുന്നു. വിതയ്ക്കാനും കൊയ്യാനും മെതിക്കാനും അന്ന് ഇത്തരം ധാന്യമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പം നോക്കിയേ, ആൻഡ് ദ കിങ് ആസ്ക്ഡ്. അപ്പോൾ രാജാവ് ചോദിക്കുക, "Tell me, grandfather, did you buy it anywhere or did you grow it all yourself?"
അപ്പൊ നോക്കിയേ, എന്താ രാജാവ് ചോദിച്ചത്? താങ്കൾ ഇവ എവിടെന്നെങ്കിലും വാങ്ങിച്ചതാണോ അതോ താങ്കൾ സ്വന്തമായി കൃഷി ചെയ്തവരായിരുന്നോ? രാജാവ് ചോദിച്ചു. അപ്പം വൃദ്ധൻ എന്താ പറഞ്ഞത്? ദ ഓൾഡ് മാൻ സ്മൈൽഡ്. ആ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാ, ഇൻ മൈ ടൈം, ഹി ആൻസേർഡ്, നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈയിങ് ഓർ സെല്ലിംഗ് ബ്രെഡ് ആൻഡ് വി ന്യൂ നത്തിങ് ഓഫ് മണി, ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. അതായത് എൻ്റെ കാലത്ത്, അയാൾ മറുപടി പറയാ, ഞങ്ങൾക്ക് പണത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലുള്ളൊരു തെറ്റിനെ, ഒരു പാപത്തെ പറ്റി ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എല്ലാവർക്കും അവർക്ക് ആവശ്യമായ ഗോതമ്പ് അല്ലെങ്കിൽ ധാന്യം ഉണ്ടായിരുന്നു. സിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപം. ഓക്കെ. Then tell me, grandfather, asked the king, where was your field? Where did you grow corn like this? എങ്കിൽ പറയൂ വൃദ്ധപിതാവേ, എവിടെയാണ് താങ്കളുടെ കൃഷിയിടം? എവിടെയാണ് താങ്കൾ ഇത്തരം ധാന്യം കൃഷി ചെയ്തിരുന്നത്? And the grandfather answered, my field was God's earth. Wherever I plowed it was my field. Land was free. It was a thing no man called his own. Labor was the only thing men called their own. അപ്പൊ ആ മുതുമുത്തച്ഛൻ എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ കൃഷിയിടം ദൈവത്തിന്റെ ഈ ഭൂമി തന്നെ ആയിരുന്നു. ഈ ഭൂമിയെല്ലാം എന്തായിരുന്നു? എൻ്റെ കൃഷിയിടമായിരുന്നു. എവിടെയൊക്കെ ഞാൻ അധ്വാനിച്ചുവോ അതെല്ലാം എൻ്റെ കൃഷിയിടങ്ങളായിരുന്നു. ഭൂമി അന്ന് സ്വതന്ത്രമായിരുന്നു, അതായത് ഫ്രീ ആയിരുന്നു. ഭൂമി അന്ന് ആർക്കും സ്വന്തമായിരുന്നില്ല. അധ്വാനം മാത്രമാണ് തങ്ങളുടേതെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. കണ്ടോ, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയ ഓരോ വസ്തുവും ഓരോരുത്തരുടെ പേരിലാണ് അല്ലേ? ഓരോരുത്തരുടെ പേരിലല്ലേ ഓരോ സെന്റ് ഭൂമിയും? അതെ. പക്ഷെ പണ്ടത്തെ കാലത്ത് നോക്കിയേ, ഈ മുതുമുത്തച്ഛന്റെ കാലത്ത് ആരുടെയും പേരിൽ ഒരു ഭൂമിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യായിരുന്നു? കൃഷി ചെയ്യായിരുന്നു. കണ്ടോ? ആൻസർ മീ 2 or more questions, said the king. The first thing is, why did the earth bear such grain then and has ceased to do so now? And the second is, why does your grandson walk with 2 crutches, your son with 1, and you yourself with none? Your eyes are bright, your teeth sound, and your speech clear and pleasant to the ear. How have these things come about? അപ്പൊ രാജാവ് പറഞ്ഞു, എങ്കിൽ എൻ്റെ 2 ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് ഉത്തരം നൽകിയാലും. എന്തുകൊണ്ടാണ് അത്തരം ധാന്യം ഇപ്പോൾ ഭൂമിയിൽ കിട്ടാത്തത്? രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ ചെറുമകൻ 2 ഊന്നുവടികളോടുകൂടെയും താങ്കളുടെ മകൻ 1 ഊന്നുവടിയോടെയും ആണ് ഇവിടെ വന്നത്. ഓക്കെ. എന്നാൽ താങ്കൾ ഇവയുടെ സഹായമില്ലാതെയാണ് വന്നത്. താങ്കളുടെ കണ്ണുകൾ തെളിച്ചമുള്ളവയും താങ്കളുടെ വായ് ശബ്ദമുള്ളതും താങ്കളുടെ സംസാരം വ്യക്തവും കാതുകൾക്ക് വ്യക്തതയുള്ളവയുമാണ്. എങ്ങനെയാണ് ഇവയെല്ലാം അങ്ങയ്ക്ക് സാധ്യമായത്? രാജാവ് വൃദ്ധനോട് ചോദിച്ചു. അപ്പം and the old man answered, these things are so because men have ceased to live by their own labor and have taken to depending on the labors of others. In olden times men lived according to God's law. They had what was their own and coveted not what others had produced. അപ്പോൾ വൃദ്ധപിതാവ് എന്താ പറഞ്ഞത്? മനുഷ്യരിന്ന് തങ്ങളുടെ അധ്വാനം മതിയാക്കി എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അധ്വാനത്തെയാണ് ആശ്രയിച്ചാണ് ഇപ്പോഴത്തെ മനുഷ്യരെന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത് അല്ലേ? പക്ഷെ പണ്ട് കാലത്തോ മനുഷ്യർ ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. അവർ എന്തും അധ്വാനിച്ചു നേടിയിരുന്നു. മറ്റുള്ളവർ എന്ത് സമ്പാദിച്ചാലും അവർ അതിൽ കൊതിച്ചിരുന്നില്ല. ഓക്കെ. മറ്റുള്ളവരുടെ ഒന്നും വേണമെന്ന് ആരും ആഗ്രഹിച്ചിരുന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിയുള്ളവരായിരുന്നു പണ്ട് കാലങ്ങളിലുള്ള മനുഷ്യർ. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യവും അവർ ഫിസിക്കലിയും മെന്റലിയും ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല ഹെൽത്തി ആയിരുന്നു. ഓക്കെ. ഇനി നമുക്ക് ഇന്നെടുത്ത ഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. For in my time money was not yet in use. How would the people have got the grain they wanted? നോക്കിയേ, പണ്ട് കാലങ്ങളിൽ പണം ഉപയോഗിച്ചിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എങ്ങനെയായിരിക്കും അന്നത്തെ കാലത്ത് ധാന്യം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തത്? They would have exchanged the agricultural products with other farmers. അപ്പോൾ അവരെങ്ങനെയായിരിക്കും? പണമില്ലാത്ത സമയത്ത് നോക്കിയേ, പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനമാണ് കൊടുക്കുന്നത്. പണമല്ല ചെയ്യുന്നത്, പക്ഷെ പണത്തിന് പകരം വേറൊരു സാധനമായിരിക്കും കൈമാറുന്നത്. ഓക്കെ. വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഓൾഡ് പെസൻ? എന്ത് വ്യത്യാസമാണ് നമ്മൾ ആ ഗ്രാൻഡ് ഫാദറിലും അതേപോലെ ആ വൃദ്ധനായ പെസനിലും നമ്മൾ കാണുന്നത്? ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കുഡ് വാക്ക് ഈസിലി വിതൗട്ട് ക്രച്ചസ്. ഹിസ് ഐസ് വർ ക്ലിയർ, ഹിയറിംഗ് ഗുഡ്, ആൻഡ് ഹിസ് സ്പോക്ക് ക്ലിയർലി. വൈൽ ദ ഓൾഡ് പെസൻ could not walk without 1 crutch. He could see and hear, but it is impaired. അതായത് ആ വലിയ മുതുമുത്തശ്ശൻ എങ്ങനെയായിരുന്നു? അതെ, ക്രച്ചസ് ഇല്ലാതെ വിതൗട്ട് ക്രച്ചസ് ആയിരുന്നു നടന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നല്ല ക്ലിയർ ആയിരുന്നു, നല്ല കേൾവി ഉണ്ടായിരുന്നു, നല്ല സ്ഫുടതയോടെ സംസാരിച്ചിരുന്നു. പക്ഷേ ആ മുത്തശ്ശൻ എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയായിരുന്നു വന്നത് അല്ലേ? കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം, പക്ഷേ അത്ര പോരായിരുന്നു അല്ലേ? 6th one, what details of the grain did the great grandfather give? എന്തൊക്കെയായിരുന്നു മുതുമുത്തശ്ശൻ
ധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്? The great grandfather said that in his time the grain was big as hen's egg and it grew everywhere. People cultivated these grains and lived on this corn. എന്തായിരുന്നു മുതുമുത്തശ്ശൻ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കാലത്ത് ഇതുപോലത്തെ ധാന്യം എല്ലായിടവും കിട്ടുമായിരുന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നു? ഇങ്ങനത്തെ ധാന്യമായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിൻ മെൻഷൻ ബൈ ദ ഗ്രാൻഡ് ഫാദർ? എന്താണ് ഇവിടെ മുതുമുത്തശ്ശൻ ഒരു പാപമായിട്ട് പറഞ്ഞേക്കുന്നത്? എന്തിനെയാണ് പാപം എന്ന് പറഞ്ഞേക്കുന്നത്? Buying or selling grains for making profit was considered as sin in grandfather's time. അതായത് മുതുമുത്തച്ഛന്റെ കാലത്ത് ധാന്യങ്ങൾ വിൽക്കുകയും വാങ്ങുകയും, അതായത് ലാഭത്തിന് വേണ്ടി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ധാന്യങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അന്നത്തെ കാലത്ത് അവർക്ക് എന്തായിരുന്നു? പാപം പോലെയായിരുന്നു. ഓക്കെ, വാട്ട് മോറൽ ഡു യു ലേൺ ഫ്രം ദ ഓൾഡ് മാൻസ് വേർഡ്സ്? നമുക്ക് എന്ത് മോറലാണ്, എന്ത് പാഠമാണ് നമുക്ക് ഈ മുതുമുത്തച്ഛന്റെ വാക്കുകളിൽ നിന്നും പഠിക്കാൻ കിട്ടുന്നത്? വർക്ക് ഈസ് വർഷിപ്പ്, ഏൺ അവർ ഡെയിലി ബ്രെഡ് ബൈ ഹാർഡ് വർക്ക്. അതായത് അധ്വാനം തന്നെയാണ് ആരാധന. അതുപോലെ അന്നേക്കുള്ള നമ്മൾ എന്ത് ചെയ്യണം? അധ്വാനിച്ച് തന്നെ വേണം നമ്മൾ കഴിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്ഷന്റെ മീനിങ്സ് നോക്കാം. ഫ്ലവർ, ധാന്യപ്പൊടി. വാക്കിംഗ് ഈസ്ലി, അനായാസേന നടക്കുന്നു. ഡിസ്റ്റിങ്ലി, സ്പഷ്ടമായി. ബിറ്റ് എ പീസ് ഓഫ്, ഒരു കഷ്ണം കടിച്ചെടുത്തു. ടേസ്റ്റഡ്, രുചിച്ചു. റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ത്രഷ്, മെതിക്കുക. സിൻ, പാപം. പ്ലൗ, നിലമുഴുക. ലേബർ, ജോലി. സീസ്ഡ്, നിർത്തി. ഗ്രാൻഡ്സൺ, ചെറുമകൻ. കോവറ്റ്, അന്യന്റെ സ്വത്ത്. മോഹിക്കുക അല്ലെങ്കിൽ കൊതിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തിലൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് മീനിങ് കംപ്ലീറ്റ്ലി നമ്മൾ തീർത്തിരിക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തിൽ ഇതിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ, then share it with your friends and don't forget to like and comment. Okay, so keep watching. God bless you. Thank you.